എല്ലാവർക്കും എഫ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ട്രാവൽ വീഡിയോ അല്ല, നമ്മളെ ടിക്ടോക്കിൽ വൈറലായിട്ടുള്ള ഫുൾജാർ സോഡ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പൂതിയേറി. ഞങ്ങൾ ദുബായിലെ എല്ലാ സ്ഥലത്തുനിന്ന് അന്വേഷിച്ചത് കിട്ടുമെന്നുള്ളൂ, പക്ഷേ എവിടെയും ഇത് കിട്ടാനില്ല. അപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ, പിന്നെ അതുപോലെ മുളക് അരച്ചത്, പിന്നെ അതുപോലെ ഇഞ്ചി, ഉപ്പ്, പിന്നെ കസ്കസ്. ഇതാണ് കസ്കസ്. ഇത് വെള്ളത്തിലിട്ടിട്ട് ഏകദേശം ഒരു മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ ആവും. നമ്മൾ ആദ്യം കുറച്ച് ജാറ്, പിന്നെ അതുപോലെ ചെറുനാരങ്ങയും ഇഞ്ചി സാൾട്ടൊക്കെ കൂടിയിട്ട് മിക്സ് ആക്കുകയാണ്. പ്രധാനമായിട്ട് വേണ്ട ഒരു സാധനമാണ് സോഡ. സോഡ ശരിക്കും വേണ്ടത് നമ്മുടെ നാട്ടിലുള്ള കുപ്പി സോഡ ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. പക്ഷേ ദുബായിൽ അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാധാരണ ടിന്നിലുള്ള ക്യാനിലുള്ള സോഡ വാങ്ങി. ഇതാണ് പഞ്ചസാര ലായനി. അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫുൾജാർ സോഡ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സോഡ പൊട്ടിച്ചിട്ട് ഇതിലൊഴിക്കും. അതിനുശേഷം ഈ കപ്പയിലിടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഈ ചലഞ്ചിൽ ഞാനാണ് വിജയിച്ചത്, ഇവർ രണ്ടാളും ഫെയിലായി. സംഭവം അടിപൊളിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റിയാണ് സംഭവം. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയതിൽ ചെറിയൊരു പാളിച്ചു വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾജാർ സോഡയ്ക്ക് പകരം ഹാഫ് ജാർ ആയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഉപയോഗിക്കുക കുപ്പി ഗ്ലാസ്സാണ്. ഞങ്ങൾ കുപ്പി ഗ്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാണ് പരീക്ഷണം നടത്തിയത്. അപ്പോൾ ഈ ഗ്ലാസ് ഇതിലിടുമ്പോൾ അത് താഴ്ന്നു പോയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പതിയും കാര്യങ്ങളൊന്നും വന്നില്ല. സംഭവം സക്സസ് ആയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ സംഭവം ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.